അങ്ങനെ സീതാദേവിയെ വാൽമീകിയുടെ ആശ്രമത്തിൽ കൊണ്ടാക്കി രാമൻ ഉപേക്ഷിച്ചു എന്നുള്ളത് തന്നെയാണ് രാജ്യത്ത് കണ്ടുവന്നത്. പിന്നീട് വളരെ കാലം സീതാദേവി ആ വാൽമീകിയുടെ ആശ്രമത്തിൽ തന്നെയായിരുന്നു താമസമുണ്ടായിരുന്നത്. വാൽമീകി പറയുന്നുണ്ട്, നീ കൊട്ടാരത്തിൽ എങ്ങനെയാണോ കഴിഞ്ഞത് അതുപോലെ നിനക്കിവിടെ കഴിയാം, ഇവിടെ അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് വാൽമീകി സീതാദേവിയോട് പറയുന്നത്. കാലങ്ങൾ കഴിഞ്ഞു പോയി. ലവകുശന്മാരെല്ലാവരും അയോധ്യയിലേക്ക് വന്നു. അവിടെ രാജകൊട്ടാരത്തെ ഈ പറയുന്ന പോലെ ദേവന്മാരും ഗന്ധർവന്മാരും രാജ്യസഭയിലെ ആളുകളും നാട്ടുകാരും എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ വാൽമീകി അവിടേക്ക് കയറി വരുന്ന സമയത്ത് രാമൻ അവിടെ ഇരിക്കുന്നുണ്ട്. രാമൻ അപ്പോഴും ദുഃഖിതനാണ്. സീതയെ പിരിഞ്ഞ ദുഃഖം രാമന് മാറിയിട്ടില്ല. കാരണം വാൽമീകി തന്നെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, അന്ധന് കാണിച്ച ദീപം പോലെയായിരുന്നു ബ്രഹ്മതേജസ്വിയായിട്ടുള്ള സീതയെ രാമന് കാണിച്ചിട്ടും കാണാൻ സാധിക്കാതെ പോയത് എന്നുള്ളത് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് അത് പറയുന്നത്. എങ്കിലും വാൽമീകി മഹർഷി വന്നിട്ട് ആ വേദിയിൽ വന്നുകൊണ്ട് രാമനോട് പറയണം, സീതയെ നീ സ്വീകരിക്കേണ്ടതാണ്, പരിശുദ്ധയാണ്. ഞാൻ ഈ പറയുന്ന വാക്കുകൾ അസത്യമാണെങ്കിൽ ഞാൻ ഇക്കണ്ട കാലമത്രയും ചെയ്ത തപസ്സിൻ്റെ ഫലം എനിക്കില്ലാതായി പോകട്ടെ രാമ, നീ സീതയെ സ്വീകരിക്കേണ്ടതാണ് എന്ന് പറയാം. സീത കൂടെ ഉണ്ടപ്പം. വാൽമീകിയുടെ പുറകിൽ തലയും താഴ്ത്തി നിൽക്കുകയാണ് സീത. എല്ലാവരുടെ മുന്നിലും വെച്ച് പറഞ്ഞിട്ട് വേണമല്ലോ സ്വീകരിക്കണമെങ്കിൽ. സീതയും കൂട്ടിയിട്ടാണ് വാൽമീകി മഹർഷി വന്നത്. അങ്ങനെ പറഞ്ഞപ്പം അത് തെളിയിക്കപ്പെടേണ്ടതാണ് എന്ന് രാമൻ പറയുന്നുണ്ട്. അപ്പോഴാണ് സീതാദേവി മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നത്, എൻ്റെ പതിവ്രതാധർമ്മത്തിൽ ഒരു അണുപോലും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് സീതാദേവി അവിടെ പറയുന്നുണ്ട്. അതല്ല, എൻ്റെ പതിവ്രതാധർമ്മം സത്യമായിരുന്നുവെങ്കിൽ ഈ ഭൂമി ഇപ്പോൾ ഇവിടുന്ന് നീങ്ങട്ടെ, ഞാൻ ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം ഭൂമിദേവി അവിടുന്ന് വരികയാണ്. ഭൂമിദേവി സീതാദേവിയെ ഒരു സിംഹാസനത്തിൽ കൊണ്ടുവന്ന് സിംഹാസനത്തിലിരുത്തി ഭൂമിയിലേക്ക് കൊണ്ടുപോകുക. തിരിച്ച് രാമൻ ആവശ്യപ്പെടുന്നുണ്ട് ഭൂമിദേവിയോട്, പതിവ്രതയാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് നീയാണ് ഭൂമിദേവി ലക്ഷ്മി എനിക്ക് സീതയെ തന്നത്, എനിക്കിപ്പോൾ സീതയെ തിരിച്ചു കിട്ടണം എന്ന വാശിയിൽ രാമൻ, ഇല്ലെങ്കിൽ ഞാൻ ഈ ലോകം തന്നെ നശിപ്പിക്കുമെന്ന് പറയുന്ന രാമനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ബ്രഹ്മാവ് വന്ന് രാമൻ്റെ കോപത്തെ ശമിപ്പിക്കുകയാണ്. ശരീരത്യാഗത്തിനുള്ള സമയമായി, സ്വർഗാരോഹണത്തിനുള്ള സമയമായി. എന്തായാലും സീത ലക്ഷ്മിയുടെ അടുത്ത് തന്നെയാണ്, ലക്ഷ്മി തന്നെയാണ് സീത എന്നറിയാലോ. അവിടെ വൈകുണ്ഠത്തിൽ കാത്തിരിക്കുന്നുണ്ട്, അവിടെ പോയി രണ്ടാൾക്കും സുഖമായി ജീവിക്കാം എന്ന് ബ്രഹ്മാവ് പറഞ്ഞ് രാമൻ്റെ കോപത്തെ ശമിപ്പിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും.